നമുക്ക് നൽകുന്ന പിതാവാണ് നമ്മുടെ. ആ രീതിയിൽ പിതാവിനെ നിങ്ങൾ കാണും. ഒരു സമാധാനം വരുന്നുണ്ടെന്ന് തോന്നണില്ലേ? സമാധാനം വരുന്നുണ്ടോ? 100% ഇത് വിജയിക്കും. കാരണം ദൈവവചനമാണ് പറയുന്നത്, നിങ്ങൾ ആകുലപ്പെടരുത്. ഒന്നുകൂടി വായിച്ച അവസാന ഭാഗം. വിജാതീയരാണ് ഇങ്ങനെ ആകുലപ്പെടുന്നത്. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. കണ്ടോ? അതായത് മാമോദീസ പോലും മുങ്ങാതെ, ക്രിസ്തുവിനെ അറിയാതെ, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരാണ് ഈ ലോകത്തിന്റെ ജനതകൾ. അവരാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ പിതാവാണ്. വായിച്ചോ, തുറന്ന് വായിച്ചോളൂ. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം എന്ന് നമ്മളൊന്നങ്ങ് വിശ്വസിക്കുക. ഇപ്പം നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ആകുലപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ചിലർക്കൊക്കെ ശമ്പളമൊക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ എനിക്ക് ഫോൺ ചെയ്ത് പറയാണ്, അദ്ദേഹത്തിൻ്റെ മകൻ 12ാം ക്ലാസ്സിൽ പഠിക്കണവനാ. അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസ്വരം ശ്രവിക്കാറുണ്ട്. അവനത് എഴുതി വയ്ക്കും. അവൻ അന്ന് ശ്രവിച്ച സ്വരം ഇതാണ്: നീ മോനെ നിൻ്റെ പപ്പയോട് പറയണം, തോമസ് പോൾ എന്ന് പറഞ്ഞൊരാളുണ്ട്, അയാൾക്ക് കുറച്ച് കാശ് അയച്ചു കൊടുക്കാൻ പറയണമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ ഇയാൾ കുറേ കാശ് അയച്ചു തന്നു. പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു എമൗണ്ട് വന്നപ്പോൾ എനിക്കിത്തിരി ഭയമായി. ഇതാരെങ്കിലും തെറ്റി അയച്ചതായിരിക്കാമോ? തെറ്റി അയച്ചാണെങ്കിൽ ഉടനെ തിരിച്ചു കൊടുക്കണ്ടേ? നമ്മളെടുത്ത് ചിലവായി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? അപ്പം ഞാൻ ഉടനെ വിളിച്ചു, ഇതെന്താ നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഇത്ര എമൗണ്ട് അയച്ചത്? അതേ, തെറ്റി അയച്ചതല്ല സാറേ, കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു, അതനുസരിച്ച് അയച്ചതാണ്. ഞാൻ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. ആ പൈസ കിട്ടിയതിലല്ല ഞാൻ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞത്. കർത്താവ് സംസാരിച്ചു എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണ്? കർത്താവ് എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 2, പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞത് അത് കേൾക്കുന്ന ആളുകളുണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ദൈവമക്കളെ ദൈവം പരിപാലിക്കുന്നതെന്ന് പറയാനാണ്. ഇതൊരു ഫണ്ട് റൈസിങ്ങിൻ്റെ അഡ്വർടൈസ്മെൻ്റ് അല്ലട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ദൈവമക്കളായ നമ്മളെ. നിങ്ങൾ ഇങ്ങനെയൊന്ന് വിശ്വസിക്കുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാ ഭൗതിക കാര്യങ്ങൾക്കും ഒരു പോംവഴിയുണ്ട്. ഓക്കെ, ഇനി ആ കേസ് കെട്ട് മാറ്റി വയ്ക്കാമോ? നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദി കർത്താവേ, ഈ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഒന്നെല്ലാവരും കരമുയർത്തുന്ന സ്തുതിച്ച് നമ്മുടെ എല്ലാ ഭൗതികവും സാമ്പത്തികവുമായ എല്ലാ കേസ് കെട്ടുകളും കർത്താവേ അങ്ങേക്കറിയാം. അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. അങ്ങത് പരിപാലിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകാശത്തിലെ പക്ഷികളെക്കാൾ ശ്രേഷ്ഠരാണ് ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും, കഷ്ടതകളും, ബുദ്ധിമുട്ടുകളും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരാശ്വാസമായി. ഇനി പിതാവ് തരുന്ന വലിയ കാര്യം ഈ വസ്തുവിനേക്കാളും സമ്പത്തുകളെക്കാളും ജോലികളെക്കാളും എല്ലാം വലുതാണ്. 1 കൊറിന്ത്യസ് ഒരു വചനം വരുന്നു. 1 കൊറിന്ത്യസ് 15-ാം അധ്യായം 19-ാമത്തെ വചനം. ഇതെല്ലാ ധ്യാനത്തിലും ഞാൻ പറയണതാണ് കേട്ടോ. 1 കൊറിന്ത്യസ് 15-ാം അധ്യായം 19-ാമത്തെ വചനം പറയുന്നത് ഇതാണ്: ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. നിങ്ങളോട് ഏറ്റുപറയാൻ പറയണത്, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി
പതിയുമ്പോൾ തന്നെ ആ വചനം നിറവേറും നമ്മളിൽ. അതാണ് ഹിന്ദിയിൽ ഇങ്ങനെയാണ് പറയാറുള്ളത്. ഹിന്ദിയിൽ പറയുന്നത് സുന്നേ സേ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹേ. മലയാളത്തിൽ ആ അർത്ഥം ഇങ്ങനെയാണ്. മലയാളത്തിൽ എന്താ വിശ്വാസം, മലയാളം മറന്നുവല്ലോ ഇപ്പോൾ. കേൾവിയിൽ നിന്ന് വിശ്വാസം, കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. കണ്ടോ, അതിനേക്കാൾ എത്ര സുന്ദരമാണ് ഹിന്ദി കേട്ടതില്ലേ? हिंदी हमारा राष्ट्रभाषा है, इसलिए आप लोग हिंदी में समझना चाहिए, हिंदी में भी बात करना चाहिए, हिंदी में भी बाइबल पढ़ना चाहिए. എന്താ ഹിന്ദിയിൽ പറഞ്ഞത്? എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ. സുന്നേ സേ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹേ. വിശ്വാസം ഉത്പാദിപ്പിക്കാൻ പറ്റും മലയാളത്തിലില്ലേ? ഇത് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശബ്ദം, വചനം ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നത്. അത് നമ്മളുടെ അധരത്തിൽ നിന്ന് തന്നെ, നമ്മളുടെ അധരത്തിലൂടെ വന്നിട്ട് നമ്മുടെ കാതിലൂടെ കയറുമ്പോഴാണ് ഹൃദയത്തിൽ കയറുന്നത്. കണ്ണിലൂടെ അല്ല ഹൃദയത്തിൽ കയറുന്നത്. നമ്മൾ കണ്ണിലൂടെ നോക്കി വായിച്ചു, കയറില്ല. കണ്ണിലൂടെ നോക്കി വായിക്കുന്നത് അധരത്തിലൂടെ ഓഡിയോ സിഗ്നലായിട്ട് പുറത്തു വരും. ഇപ്പം നമ്മുടെ ഭാഷയൊക്കെ അങ്ങനെയല്ലേ? കണ്ണിലൂടെ ഓപ്റ്റിക്കൽ സിഗ്നലായിട്ട് അകത്ത് കയറി ഓഡിയോ സിഗ്നലായിട്ട് പുറത്തു വന്ന് അത് കാതിലൂടെ അകത്ത് കയറുമ്പോഴാണ് ഹൃദയത്തിൽ പതിയുന്നത്. സിമ്പിൾ കാര്യങ്ങളാണെങ്കിലും ഒന്ന് റീകളക്ട് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്ന വചനമെല്ലാം ഉച്ചത്തിൽ നിങ്ങൾ ഏറ്റു പറയുമ്പോൾ അത് നിങ്ങളുടെ കാതിലൂടെ ഹൃദയത്തിൽ പതിയുമ്പോഴാണ് വചനം മാംസമാകുന്നത്. നമ്മൾ മാലാഖ, കർത്താവിൻ്റെ മാലാഖ, നമ്മൾ കർത്താവിൻ്റെ മാലാഖ ചെല്ലാറുണ്ട്. എന്താ കർത്താവിൻ്റെ മാലാഖ എന്ന് പറഞ്ഞെല്ലാവരും? കർത്താവിൻ്റെ മാലാഖ പൈസ ചോദിച്ചു, പിള്ളേരെ കുരിശരയ്ക്കണ പിള്ളേരെ, പിള്ളേരെ കർത്താവിൻ്റെ മാലാഖ പൈസ ചോദിച്ചു. ഇങ്ങനെ നമ്മളങ്ങ് ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ മാലാഖ. എല്ലാവരും ഒന്നേറ്റ് പറഞ്ഞേ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. എന്ത് സംഭവിച്ചു? മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി. വിശുദ്ധന്മാർ പറയുന്നത് എന്ന പോലെ നമ്മളെല്ലാവരോടും കർത്താവീശോ മിശിഹാ വചിക്കുന്നുണ്ട്. നമ്മളും ഗർഭിണിയാകണം എന്നാ പറയണേ. നമ്മളെങ്ങനെ ഗർഭിണിയാകണം? നമ്മുടെ ഹൃദയത്തിൽ ഗർഭിണിയാകണം. നമ്മുടെ ഹൃദയത്തിൽ വചനം ഗർഭം ധരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഹൃദയത്തിൽ നിറയ്ക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ വിശ്വാസത്തിൻ്റെ ജീവിതത്തിനെ വചനം നയിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. വചനം, ഞാൻ ക്ലാസ് ഇപ്പോഴത്തെ വചനത്തിലേക്ക് പോകാനല്ലോ, പോണമാതിരി പോട്ടെ അല്ലേ? ഒരു വചനം വരുന്നു, സങ്കീർത്തനം 119:29. എന്താണ്? വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. 129 ആകാം, 130 ആകാം. സങ്കീർത്തനം 119, 129, 130. എന്താണ് ഉള്ളത്? വചനത്തിന്റെ, എല്ലാവരും നേറ്റ് പറഞ്ഞുകൊണ്ട്, വചനത്തിന്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. നമ്പർ എത്രയാ? 130 ആണോ? 119 അധ്യായം. എത്ര? 30. ഓക്കെ, 130. ഞാൻ വിശ്വസ്തതയുടെ മാർഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. സങ്കീർത്തനം 119:30. വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ അതേതാണ്? 129. 130 അല്ല അല്ലേ? 130 ആണോ 129 ആണോ? 130. 119 അധ്യായം 130 വചനം. എന്താ വായിച്ചോ? അങ്ങയുടെ വചനങ്ങളുടെ ചുരുൾ അഴിയുമ്പോൾ, എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. എന്റെ കർത്താവേ, അതാണ് പ്രശ്നം. കണ്ടോ? ആർക്കാ?
എളിയവർക്ക്. ഇതിപ്പോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കിട്ടുമോ? അപ്പൊ നമ്മൾ എന്താകണം? ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി പറയണം. എളിയവർക്ക് അത് പോയോ? എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഈ കൺവെൻഷനുകളെല്ലാം വചനത്തിന്റെ ചുരുളഴിയാണ്. നമ്മൾ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ, അപ്പൊ ഇത് സങ്കീർത്തനത്തിൽ പറയുന്നതാണ്. അപ്പൊ ഈ സങ്കീർത്തനത്തിൽ പറയുന്നതെല്ലാം കർത്താവ് ഈശോ മിശിഹായെ കുറിച്ചാണ്. ഈശോ ജനിക്കുന്നതിന് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിലൂടെ രചിക്കപ്പെട്ടിരിക്കുന്നത് പ്രവചന ഗീതങ്ങളായാണ് സങ്കീർത്തനങ്ങൾ. അതിലെ മുഖ്യ വിഷയം കർത്താവ് ഈശോ മിശിഹ തന്നെയാണ്. ഇവിടെ പറയുന്ന വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ദൈവവചനം മാംസം ധരിച്ച് മനുഷ്യാവതാരം ചെയ്ത് കഴിയുമ്പോൾ, ദൈവവചനവും പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നായി മറിയത്തിന്റെ ഗർഭത്തിൽ ഉരുവായി ഈശോ മിശിഹ ജനിച്ചു കഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. വചനം അങ്ങനെ കട്ടയായിട്ടിരുന്നാൽ പ്രകാശം പരക്കില്ല. വചനം മാംസമായി യേശുവായി കഴിഞ്ഞപ്പോൾ പ്രകാശം പരക്കുന്നു. അതാണ് ഈശോ വന്നിട്ട് പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മനുഷ്യരുടെ പ്രകാശമാണ്, അത് ഇരുളിൽ പ്രകാശിക്കുന്നു. അപ്പോൾ വചനത്തിൻ്റെ ചുരുളഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ വചനം നമ്മുടെ ആത്മാവിൽ മാംസമായി കഴിയുമ്പോൾ ഈ വചനം നമുക്ക് സമാധാനം തരുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ എവിടെയോ ഉണ്ടല്ലോ, കണ്ടുപിടിക്കണം ഇപ്പോൾ. നിന്നെ താങ്ങാൻ പറ്റിയ വചനത്തെ നിങ്ങൾ മുറുക്കെ പിടിക്കുവിൻ. നിങ്ങളെ താങ്ങി നിർത്താൻ പറ്റിയ വചനത്തെ മുറുക്കെ പിടിക്കുവിൻ. നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയ വചനത്തെ മുറുക്കെ പിടിക്കുവിൻ. നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയ വചനത്തെ മുറുക്കെ പിടിക്കുവിൻ. കിട്ടിയോ ആർക്കെങ്കിലും? നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയ വചനത്തെ മുറുക്കെ പിടിക്കുവിൻ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു തകർച്ച, ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഉടനെ നമ്മൾ ആ തകർച്ചയിലേക്കോ ആ തകർച്ചയായ ബുദ്ധിമുട്ടോ തന്ന ആളുകളിലേക്കോ നോക്കാതെ എങ്ങോട്ട് നോക്കണം? കർത്താവേ, ഈ സമയത്ത് എന്നെ താങ്ങാൻ പറ്റിയ ഒരു വചനം തരണമേ, ഒരു വചനം തരണമേ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇപ്പം തന്നെ നിങ്ങളൊന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം, കർത്താവേ, ഈ നിമിഷത്തിൽ എന്നെ ഹൃദയത്തിൽ ഒരു വചനം തരണമേ. നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ കൺവെൻഷൻ കൂടുന്നതാണ്, തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. എന്നെ ഇന്ന് താങ്ങാൻ പറ്റിയ എത്ര വചനം കിട്ടിയോ? 21 ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. നമ്പർ യാക്കോബിന്റെ 1:21 1-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം. 1-ാം അധ്യായം 21 കണ്ടോ? നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയ വചനത്തെ മുറുക്കെ പിടിക്കുവിൻ. ഇപ്പം നമ്മുടെ ഹൃദയത്തിൽ ഒരു വചനം വരുന്നുണ്ടാകും, ആ വചനം നിങ്ങൾക്ക് ആശ്വാസം പകരും. അങ്ങനെയാണ് ഈ വചനം. ഇപ്പൊ വേറൊരു വചനം വരുന്നു, സങ്കീർത്തനം 119:105. സങ്കീർത്തനം 119:105 ഇതെല്ലാവർക്കും ബൈ ഹാർട്ടായിട്ടുള്ളൊരു വചനമാണ്. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്, അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഇറ്റ് ഈസ് ദ വേ. നമ്മൾ എങ്ങനെ ജീവിക്കണം? നമ്മുടെ ജീവിതം ഈ വചനത്താൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്.
നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പൊ നിങ്ങൾക്കൊരു വചനം കിട്ടിയല്ലോ. കിട്ടിയോ? എത്ര പേർക്ക് ഒരു വചനം ഹൃദയത്തിൽ കിട്ടി? ഒന്ന് കിട്ടിയവരൊന്ന് കൈ ഉയർത്തിയേ. അതൊന്ന് അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ. ഒരു വചന പ്രഘോഷണമായി. ഇപ്പോൾ അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തോന്നലായാലും മതി, ഒരു തോന്നലായാലും മതി. വചനമായിരിക്കണം. എന്ത് വചനമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പൊ തോന്നിച്ചത്? ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞൊന്ന് പറയും. അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങാണല്ലേ, അതുകൊണ്ടാണ് പറയണത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വചനം വരുമ്പോൾ ആ വചനം നമ്മളുടെ ജീവിതത്തെ നയിക്കും. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്, അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. സങ്കീർത്തനം 119. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, എനിക്ക് തോന്നുന്നത് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളെ നയിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിൻ്റെ ഒരു പടിപടിയായിട്ടുള്ള ഒരു വഴിയാണ്. ഒന്ന്, ക്രിസ്തീയ ജീവിതം. ഈ ജീവിതത്തിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കരുത്. 1 കൊരിന്ത്യർ 15:19. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ ജീവിതത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒന്നാകരുത്. ഇപ്പൊ നമ്മുടെ എന്തോരം കന്യാസ്ത്രീമാരോട് ഇരിക്കണം, അവർക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കോളർ പൊക്കി പിടിക്കാൻ അവർ. കാരണം അവരെ സംബന്ധിച്ച് ഈ ജീവിതത്തിനെ ഈ ജീവിതത്തിനെ അവരങ്ങ് ഉപേക്ഷിച്ചു. അവരുടെ വീടും കുടുംബവും അവരുടെ വസ്തുവകകളും അവർക്ക് എന്തെല്ലാം ഈ ജീവിതത്തിൽ നേട്ടമാകാമായിരുന്നോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗീയ ജീവിതത്തിന് വേണ്ടി അവർ പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുത്തു. വാസ്തവത്തിൽ എല്ലാവരും അതാ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഫുൾ ടൈമേഴ്സിനെയൊക്കെ ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്, ഇല്ലേ? അങ്ങനെ കൈയടിക്കണവരായിരുന്നാൽ മാത്രം പോരാ, നമ്മളും അങ്ങനെ ഫുൾ ടൈമർ ആകണം. 1 വർഷത്തേക്കല്ല, ജീവിതം മുഴുവനും. അങ്ങനെ ഒന്ന് ആയി നോക്ക്. അവസാനം നമ്മൾ എന്തുകൊണ്ട് പോകാനാ ഇവിടുന്ന്? അതാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ. ക്രിസ്തീയ ജീവിതം. കുരുവിള എവിടെ പോയി? പാട്ടുകാർ കുരുവിള, നീ വന്നേ. ഒരു പാട്ടുണ്ടല്ലോ, എൻ്റെ ദേശം ഇവിടെയല്ല. എല്ലാവർക്കും അറിയാം. ഒന്ന് പാടിയത്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. ഒന്നുകൂടി ഉറക്കെ പാടിയേ. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. നമ്മളെല്ലാവരും PR ഉള്ളവരായിരിക്കും, അതെ. ഇവിടെ പെർമനന്റ് റെസിഡൻസിയൊക്കെ, ഈ പെർമനന്റ് റെസിഡൻസി എന്നുള്ള വാക്കിന് യാതൊരു അർത്ഥമില്ല. അർത്ഥമുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കാൽക്കുലേഷൻ മുഴുവൻ ഒരു ഭൗതിക മാനത്തിലാണെങ്കിൽ നമ്മൾ പെർമനന്റ് റെസിഡൻസി ആയി. നമുക്ക് വീട് മേടിക്കണം, ഒരു വീട് മേടിച്ചു, അതുപോരാ, വേറൊരു വീട് മേടിച്ചു, അതുപോരാ, വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊരു വീട് അവിടെയും വേണം. ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, അത് വിഡ്ഢിത്തരമാണ്. കൺവെൻഷന് വരണ്ടായിരുന്നു അല്ലേ? ചിന്തിക്ക്. ഇവിടെ ഒരു വീടൊക്കെ മേടിച്ച് 2 പേരുള്ളതുകൊണ്ട് 2 കാറും മേടിച്ച് എത്ര മോഡ്ഗേജായി. ഈ മോഡ്ഗേജ് അടയ്ക്കാൻ വേണ്ടി നൈറ്റോട് നൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് അമ്മ വിളിച്ചു പറയാൻ, എടാ മോനെ, നമ്മുടെ ആ കിഴക്കേ സ്ഥലം വിൽക്കാനിട്ടേക്കാണ്,
പല കാക്കാന്മാർ വന്നത് മേടിക്കണേന് പകരം നിങ്ങൾ ഫാറിനിലല്ലേ, നിങ്ങൾ മേടിക്കും. ഇത് ഭാര്യയോട് പറഞ്ഞപ്പോ, അയ്യോ എനിക്ക് ഇനി നൈറ്റ് ചെയ്യാൻ പറ്റില്ല.